ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗുൽസാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു അവൻ ഒരു ഡോക്ടർ ആകുന്നു, അവൻ ഒരു ടീച്ചർ ആകുന്നു, ഞാനൊരു ഡോക്ടർ ആകുന്നു എന്നൊക്കെ എങ്ങനെയാ പറയാന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. എന്നാൽ ഇനി അവനൊരു ഡോക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആയിരുന്നു, ഞാനൊരു എൻജിനീയർ ആയിരുന്നു എന്നൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ അവൻ അതായിരുന്നു, അവൾ ഇതായിരുന്നു, ഞാൻ അതായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആയിരുന്നു അല്ലേ, ആകുന്നു എന്നുള്ളത് നമ്മൾ ഈസ് ആമ് ആറ് ഉപയോഗിച്ചു. എന്നാൽ ഇവിടെ ആയിരുന്നു എന്നുള്ളതിന് വാസ് വേർ ഉപയോഗിച്ചിട്ടാണ് പറയാം. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയാൻ നോക്കാം. ഞാനൊരു ടീച്ചർ ആയിരുന്നു, ഐ വാസ് എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആയിരുന്നു. മുമ്പ് എന്താ പറഞ്ഞിരുന്നേ? ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകുന്നു അല്ലേ, ഞാനൊരു അധ്യാപകൻ ആകുന്നു, ഐ എം എ ടീച്ചർ. എന്നാൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ വാസ് എ ടീച്ചർ, ഞാനൊരു അധ്യാപകൻ ആയിരുന്നു. ഇനിയോ, ഹി വാസ് എ ടീച്ചർ, അവനൊരു അധ്യാപകനായിരുന്നു. ഹി വാസ് എ ടീച്ചർ, അവനൊരു അധ്യാപകൻ ആയിരുന്നു. ഷീ വാസ് എ ടീച്ചർ, അവളൊരു അധ്യാപിക ആയിരുന്നു. ഷീ വാസ് എ ടീച്ചർ, അവളൊരു അധ്യാപിക ആയിരുന്നു. ഇനി ഇത് ഒരു ടീച്ചർ ആയിരുന്നു എങ്ങനെ പറയാ? ഇറ്റ് വാസ് എ ടീച്ചർ, ഇത് ഒരു അധ്യാപിക ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊരു അധ്യാപകൻ ആയിരുന്നു. ഇനി നമ്മൾ ടീച്ചേഴ്സ് ആയിരുന്നു എങ്ങനെ പറയാ? വി വർ ടീച്ചേഴ്സ്, നമ്മൾ അധ്യാപകർ ആയിരുന്നു അല്ലേ. ഇനി അവർ അധ്യാപകരായിരുന്നു എങ്ങനെ പറയാ? ദേ വർ ടീച്ചേഴ്സ്, അവർ അധ്യാപകർ ആയിരുന്നു. നമ്മൾ ആരെയും വിട്ടുപോയോ? വിട്ടുപോയി അല്ലേ. നിങ്ങളൊരു അധ്യാപകരായിരുന്നു എങ്ങനെ പറയാ? യു വർ ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരായിരുന്നു. ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ. ഇനി ഒരാളാണെങ്കിലോ, യു വർ എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആയിരുന്നു. ഈസി ആണല്ലോ അല്ലേ, വളരെ ഈസിയാണ്. ഇനി ആലിയ ഒരു ടീച്ചറായിരുന്നു എന്നെങ്ങനെ പറയും? അത് കമൻറ്റ് ചെയ്യണേ.